ശ്രീ ആരിഫ് ഹുസൈൻ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ഭാരതീയനാണ്. ശ്രീ രാഹുൽ ഈശ്വർ പൂണുനൂൽധാരിയായിട്ടുള്ള ഒരു മുസൽമാനും. ആരിഫ് ഹുസൈന്റെ മനസ്സിൽ പോലും ദൈവമില്ല. എന്നാൽ രാഹുൽ ഈശ്വറിന്റെ പേരിൽ വരെ ഈശ്വരനുണ്ട്. ആരിഫ് ഹുസൈന് പേരിൽ മാത്രമേ മതമുള്ളൂ, മനസ്സിൽ അതില്ല. രാഹുൽ ഈശ്വറിന് പക്ഷേ പേരിൽ മാത്രമല്ല മതമുള്ളത്, മനസ്സിലും അതുണ്ട്. ആരിഫ് ഹുസൈൻ തീർത്തും മതരഹിതനാണ്. രാഹുൽ ഈശ്വർ തീർച്ചയായും ഒരു ഹൈബ്രിഡ് മതസ്ഥനും. എന്ന് വെച്ചാൽ നാമം കൊണ്ട് ഹിന്ദുവും മനോഭാവം കൊണ്ട് അദ്ദേഹം മുസൽമാനുമാണ്. അങ്ങനെയാണ് എന്റെ ഒരു വൈപ്പ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വറും ഒരു കാര്യത്തിൽ ഒരുപോലെയാണ്. അതായത് സ്വന്തം പേര് പേറുന്ന മതത്തിന് പാരയാകുന്നവരാണ് ഇരുവരും. ആരിഫ് ഹുസൈന്റെ നാവ് സ്വന്തം പേര് പേറുന്ന മതത്തിന് അള്ളുവെക്കുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ നാവ് തന്റെ പേര് പേറുന്ന മതത്തിന് പാരപണിയും. ഈ ഒരു പൊരുത്തം ഒഴിച്ച മറ്റെല്ലാ കാര്യത്തിലും ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വറും തീർത്തും വ്യത്യസ്തർ തന്നെയാണ്. എന്തായാലും ആരിഫിനും രാഹുലിനും അവരുടേതായിട്ടുള്ള ഒരു പറ്റം ആരാധകരുണ്ടെന്നത് സത്യവുമാണ്. ആരിഫ് ഹുസൈന്റെ ആരാധകരിൽ അധികവും ഹൈന്ദവരാകുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ ആരാധക ശേഖരത്തിൽ കൂടുതലുമുള്ളത് മുസൽമാന്മാരാണ്. അതിൽ തീരെ അസ്വാഭാവികതയുമില്ല. എങ്കിലും എന്തുകൊണ്ടാണ് ഇരുവരും അവർ ജനിച്ചു വീണ മതത്തിന് ഉപദ്രവമാകുന്ന വിധത്തിൽ ജീവിക്കുന്നതെന്ന് വളരെ ഗൗരവത്തോടെ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആലോചിച്ചിരുന്നു. ആ ആലോചനയിൽ നിന്നും എനിക്കൊരു ഉത്തരവും ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. പക്ഷേ അതിന് മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരിഫിനെ വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല, തീരെയില്ല. പക്ഷെ വളരെ കാലം മുന്നേ മുതൽ രാഹുൽ ഈശ്വറിനെ എനിക്കറിയാം, അദ്ദേഹത്തിന് എന്നെയും. ആരിഫിനെ അടുത്തറിയില്ലെങ്കിലും അദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം പേരുപേറുന്ന മതത്തിനെ നിരന്തരം വിമർശിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആരിഫ് ഹുസൈന്റെ ബുദ്ധിയും സ്വഭാവവും ഇസ്ലാം മതത്തിന് തീരെ ഇണങ്ങുന്നതല്ല. അതാണ് ആരിഫിനെ ഇസ്ലാം വിരുദ്ധനാക്കുന്ന പ്രധാന ഘടകമെന്ന് ഞാൻ കരുതുന്നു. ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ മതഗ്രന്ഥത്തെ വളരെ ആഴത്തിൽ പഠിച്ചു. ആണ്ടുമുഴുകിയുള്ള പഠനത്തിന്റെ പാർശ്വഫലമായി നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരുതരം മാരകാവസ്ഥയാണ് വിവരം എന്നത്. തലച്ചോറിനെ വിവരം ബാധിച്ചാൽ പിന്നെ വിധേയത്വ ബുദ്ധി പിണങ്ങിപ്പോകും എന്നുള്ളതാണ് നേരെ. ഈ വിവരത്താൽ ഉണ്ടാവുന്ന വകതിരിവും വിവേകവും വിജ്ഞാനികളെ വീരന്മാരാക്കും. അബദ്ധങ്ങളെ ആഘോഷിക്കാനും അടിമത്വത്തെ അച്ചടക്കമായി കാണാനും വിവരബാധിതമായ മസ്തിഷ്കമുള്ള മനുഷ്യർക്ക് തീരെ സാധിക്കില്ല. അപ്പോൾ ആഴത്തിൽ മതം പഠിച്ച ആരിഫിന് ആ മതഗ്രന്ഥത്തിലെ വിശുദ്ധ വചനങ്ങളോട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ടായി, സ്വാഭാവികം. വളരെ മനസ്സിരുത്തി മതഗ്രന്ഥം പഠിച്ചപ്പോൾ അതിലപ്പടി മനുഷ്യവിരുദ്ധതയാണ് എന്ന് ആരിഫ് ഹുസൈന് തോന്നിപ്പോയി. തന്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു മതത്തിലല്ല താൻ ജനിച്ചതെന്ന് ആരിഫ് ഹുസൈൻ തിരിച്ചറിഞ്ഞു. അതോടെ സ്വന്തം വിയോജിപ്പുകൾ വളരെ പരസ്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മതം വിട്ട് പുറത്തു വന്നു. മതം ഉപേക്ഷിച്ച് മനുഷ്യനായി മാറിയ നിലയ്ക്ക് പിന്നെ മതവിമർശനം നടത്തുന്നത് മര്യാദയാണോ അല്ലയോ എന്നൊന്നും അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ തനിക്ക് അനുവദിച്ച് നൽകപ്പെട്ടിട്ടുള്ള ആളോഹരി അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വക കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വിയോജിപ്പുകൾ പറയുമ്പോൾ അതിലെ ശരിയും ശരികേടുമൊക്കെ പരതിയിട്ട് എന്തു വിശേഷമാണുള്ളതല്ലേ? സ്വന്തം മതത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ മതരഹിതനായിട്ടുള്ള ആരിഫിന്റെ ഇസ്ലാം വിമർശന ദാഹത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ പകരുന്നുണ്ട് എങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് മനപ്രയാസം നൽകാൻ ഇടയുണ്ടെന്ന് കൂടി ഞാനൊന്ന് തക്കം കിട്ടിയ നിലയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇത് പറയാൻ കാരണം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മുസ്ലിങ്ങള് ക്രിസ്ത്യാനിറ്റികൾ പറയുന്ന കാര്യത്തില് തലയാട്ടാനായിട്ട് നിക്കണ്ട. കാരണം നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയെ പറ്റി അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾ വീഡിയോസ് കണ്ട് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ക്രിസ്ത്യാനിറ്റിനെ വിമർശിക്കുന്ന വേറെ ആൾക്കാരില്ലേ? ഉണ്ട്. അപ്പൊ അവര് പറയണത് കേട്ടിട്ട് എനിക്ക് സ്വാധീനമുള്ള ആൾക്കാർ വേറെ ഇത്രയും ഇഷ്ടം പോലെ പറയുന്ന ഒരാള് ക്രിസ്ത്യാനിറ്റിനെ വളരെ നന്നായിട്ട് പൊളിക്കുന്ന ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് അല്ലേ? അവർക്കാർക്കും ശരിക്കും സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതെങ്ങനെ ശരിയാവുക? അപ്പൊ നിങ്ങളല്ലേ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയത് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണോണ്ടാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അത് ഒരാള് ക്രിസ്ത്യാനിറ്റിനെ വിമർശിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അയാളും വിമർശിക്കുന്നത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിഞ്ഞോണ്ടായിരിക്കണ്ടേ? ഇല്ല, അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ അറിയേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ബൈബിൾ ശരിക്കും നന്നായിട്ട് അറിഞ്ഞ ഒരാൾ ഒരിക്കലും ക്രിസ്ത്യാനിറ്റി വിട്ടു പോകത്തില്ല. ഇത് തന്നെയാണല്ലോ കാക്കമാരോട് തന്നെ പറയുന്നത്. അതായത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ഇസ്ലാമിൽ നിന്നും പോകില്ല. ഇതാണ് അവരെന്നോട് പറയുന്നത്. ഇതെന്താ വ്യത്യാസം? തെളിവ് സഹിതം അപ്പൊ അവരും തെളിവ് സഹിതം നിരത്തി ഈ പറയുന്ന ക്രിസ്ത്യൻ നിങ്ങളെ പോലുള്ള കുഞ്ഞാടികളെ അവിടെ അവരും വായടപ്പിക്കുന്നു. അപ്പോഴോ വേറൊന്നുമല്ല. അപ്പോഴോ
നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കാൻ നടക്കുന്ന ആൾക്കാരെ അത് വിമർശിച്ചാൽ മതി, വെറുതെ എന്താ ഞങ്ങൾ ഇതിന് വേണ്ടി. മുസ്ലിം വിമർശനം നടത്തുന്ന ആരിഫിനെ നല്ലോണം ആസ്വദിക്കുകയും അദ്ദേഹത്തിന്റെ അത്തരം വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ആ സ്ത്രീ എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട്. എന്നാൽ ആരിഫ് ക്രിസ്തുമതത്തെ വിമർശിക്കുന്നത് ശരിയല്ല എന്നും മുസ്ലിം വിമർശനവുമായി ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലതെന്നുമാണ് ആ സ്ത്രീ ആരിഫിന് നൽകുന്ന ഉപദേശം. ക്രിസ്തുമതത്തെ വിമർശിക്കുന്ന ആരിഫിനെ ആസ്വദിക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനിയും ഹിന്ദു മതത്തെ പഴിക്കുന്ന ആരിഫിനെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ഹിന്ദുവും ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആരിഫിനെ കൈയടിക്കുന്നത് ആരിഫിന്റെ ആശയത്തോടും ആദർശത്തോടുമുള്ള ആദരവ് കൊണ്ടല്ല, മറിച്ച് അത്തരം ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും മുസ്ലിം വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് എന്നോട് പിണങ്ങരുത്. സത്യം ആര് പറഞ്ഞാലും ഏത് പോങ്ങൻ പറഞ്ഞു കഴിഞ്ഞാലും സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു പോങ്ങനോടും പിണങ്ങരുത്. എന്തായാലും അതത്ര നല്ലൊരു മനോഭാവമല്ല എന്നുള്ള എന്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോട്ടെ, എന്തായാലും ആരിഫ് ഹുസൈന്റെ ഇസ്ലാം വിമർശനത്തിന് പിന്നിൽ കൃത്യമായ പഠനവും ആശയഗരിമയും ആദർശബുദ്ധിയും നിലപാട് സ്വീകരണവും ഒക്കെ ഉണ്ട്. എന്നാൽ ഹിന്ദു നാമധാരിയും ശബരിമല തന്ത്രി കുടുംബാംഗവുമായിട്ടുള്ള രാഹുൽ ഈശ്വർ നടത്തുന്ന അതിരുകടന്ന ജിഹാദി പ്രീണനത്തിനു പിന്നിൽ അത്തരം ഭാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് ഈ പോങ്ങൻ കരുതുന്നില്ല. ആരെങ്കിലും അങ്ങനെ കരുതിയാൽ അതിൽ അർത്ഥമുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. തന്റെ പ്രായത്തിന്റെ 20കളിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അന്നേ അതിബുദ്ധിമാനും അതിമിടുക്കനുമായിരുന്നു രാഹുൽ ഈശ്വർ. ശരി തെറ്റുകളെ പറ്റിയും ന്യായാന്യായങ്ങളെ കുറിച്ചും ധർമാധർമ്മങ്ങളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരുവൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് മലയാള ഹമാസനന്മാരുടെ നാവായി അത്രത്തോളം കണിശതയോടുകൂടി അദ്ദേഹം ഈ ഹരിത കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? സുഡുക്കൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിത സമൃദ്ധി തരപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന തിരിച്ചറിവ് മാത്രമാണോ സുഡുദാസനായി അവതരിക്കാൻ രാഹുൽ ഈശ്വറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ പ്രേരിപ്പിച്ച ഘടകം? ഒരിക്കലുമല്ല. രാഹുലിന് ജീവിക്കാൻ അറിയാം, അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത കച്ചവട ബുദ്ധിയുമുണ്ട്. എന്നാൽ ധനസമ്പാദനത്തിനായിട്ടല്ല, പൂണുനൂലിട്ട പടനായകനായി സുഡുപാളയത്തിനു മുന്നിൽ നിന്നുകൊണ്ട് രാഹുൽ ഈശ്വർ ഹൈന്ദവതയ്ക്ക് നേരെ ഇങ്ങനെ നാവോങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജിഹാദികളുടെ കൂട്ടിക്കൊടുപ്പുകാരനാണ് രാഹുൽ ഈശ്വർ എന്ന് നമ്മുടെ ആരിഫ് ഹുസൈൻ ആരോപിച്ചത് കേരളം ഇപ്പോൾ കേട്ടു, ഇല്ലേ? ആ ആരോപണത്തിൽ വാസ്തവമുണ്ട് എങ്കിൽ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരന്റെ വേഷം രാഹുൽ ഈശ്വർ സ്വയം കെട്ടിയതാവില്ല എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. അദ്ദേഹം അത്തരമൊരു വേഷം കെട്ടിയാടാൻ നിർബന്ധിതനാവുകയാവാം ചെയ്തിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഹാദിയ എന്ന നിലയിൽ പേരും മതവും മാറിയ അഖിലയുടെ അച്ഛനായിട്ടുള്ള ശ്രീ അശോകൻ ഈ രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞത് കേട്ടാൽ ആരിഫിന്റെ ആരോപണത്തിൽ സത്യമുണ്ടെന്ന് പലർക്കും തോന്നാം. പലയിടത്തും യശോദാദി എന്നെ കാണിച്ചെന്ന് വെച്ച് രാഹുൽ ഈശ്വരനെ കയറ്റിയതെന്ന്. അപ്പോൾ എല്ലാവരും പറയും രാഹുൽ ഈശ്വരനെ കയറ്റിയെന്നാൽ പിന്നെ എല്ലാവരും ചോദ്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്നാലും അറിവുള്ളവർ പിന്നെ സാരയില്ല, സംഭവിച്ച് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം, സാരയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്ന് ഇവൻ ഓരോ ഭാഗങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇവൻ അവരുടെ ചാരനായിട്ട് വന്നു എന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കൊച്ചിനെ കൊണ്ട് ഓരോന്നെ പറയിപ്പിച്ച് അതെല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് ഇവനിപ്പോ ഈ കഴിഞ്ഞ ദിവസം അത് 2-3 മാസമായ സാധനം എടുത്ത് ഇവർ ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോന്നെ ഇറക്കി വരുന്നത്. ഇവൻ ഇത്രയും ഇവൻ അത്ര ആണായിരുന്നു, ഇവൻ അന്നേരം തന്നെ ഇറക്കി വിടുക. ഇവർ ഓരോന്ന് വരുന്നത് പയ്യെ ഇറക്കി വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഇവൻ പൈസയ്ക്ക് വേണ്ടി പേശിയായിരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുമായിട്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ രാഹുൽ ഈശ്വർ സ്വന്തം നിലയിൽ സുഡുദാസന്റെ വേഷം കെട്ടിയതല്ല. അത്തരമൊരു വേഷം കെട്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ എത്തപ്പെട്ടതാവാനാണ് സാധ്യത. ഈ കഴിവും സാമർഥ്യവും ഒക്കെയുള്ള മനുഷ്യരെ, അല്ലെങ്കിൽ അത്തരം ഹൈന്ദവരെ പെണ്ണിര ഉപയോഗിച്ചുള്ള തേൻകണി പ്രയോഗത്തിലൂടെ പിടിച്ച് സ്വന്തം പടയാളികളാക്കുന്ന ഒരു തന്ത്രം സുഡുക്കൾ പയറ്റുന്നുണ്ടോ എന്ന് പറയുന്ന സംശയം ഈ പോങ്ങന് വല്ലാതെ കണ്ടുണ്ട്. സത്യമായിട്ടും സദാചാരവും സംസ്കാരവും സൽപ്പേരും സാമൂഹ്യ മൂല്യവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും കുടുംബ മഹിമയും ഒക്കെ നിലനിർത്താൻ തേൻകെണിയിൽപ്പെട്ടവർക്ക് സുഡുദാസ വേഷം കെട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് വേണം തീർച്ചയായിട്ടും സംശയിക്കാൻ. രാഹുലിന് അത്തരം അബദ്ധം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എന്തായാലും രാഹുൽ ഈശ്വറിനെ പോലെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ലാഭക്കൊതി നിറഞ്ഞിട്ടുള്ള സ്വാർത്ഥ ബുദ്ധി കൊണ്ട് മാത്രം ഒരിക്കലും ഇത്തരമൊരു വേഷം കെട്ടില്ല, ഉറപ്പ്. സ്വത്വബോധവും സദ്ബുദ്ധിയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിലും മെച്ചപ്പെട്ട നിലയിൽ കേരളത്തിൽ വാഴാനുള്ള എല്ലാ കഴിവുമുള്ളവരാണ് രാഹുൽ. അങ്ങനെയുള്ള രാഹുലിന് ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിന്റെ സ്വന്തം തെരഞ്ഞെടുപ്പാവില്ല. അതുകൊണ്ട് ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറയുന്ന ചാപ്പകുത്തി ഒറ്റയടിക്ക് തള്ളിക്കളയാതെ ആ വേഷം അഴിച്ചുവെച്ച് സുടുമൂലത്തിൽ നിന്നും തന്റെ നാവെടുത്ത് സ്വന്തം വായിലിടാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ഹൈന്ദവ സംഘടനകൾ തീർച്ചയായും അദ്ദേഹത്തോട് അക്കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത് നല്ല കാര്യമായിരിക്കുമെന്ന് പറയുന്ന ഒരു അഭിപ്രായം ഉറപ്പായിട്ടും ഈ പോങ്ങനുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ കുടുംബത്തോട് കൂടി ആലോചിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വേണ്ടത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. തേൻകണിയിൽ പെട്ടവരെ രക്ഷിച്ചെടുക്കാൻ കുടുംബക്കാരും ബന്ധുമിത്രാദികളും ഒപ്പം
സമൂഹവും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. അതാണ് ശരിയായ പരിഷ്കൃത ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധി എത്രയുണ്ടെങ്കിലും മനുഷ്യനാണെങ്കിൽ മനുഷ്യ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളും അവർക്ക് കാണും. അത് ഏതൊരുവനും കാണും. ആ ദൗർബല്യങ്ങളെ മുതലാക്കി ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യരെ ജിഹാദികൾ അവരുടെ കരുവാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കുക തന്നെ വേണം. ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വറുമൊക്കെ ഭാരതീയ പൗരന്മാർ എന്ന നിലയിൽ ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാവേണ്ടവരാണ്, അല്ലേ? ദേശവിരുദ്ധ ശക്തികൾ ഭാരതീയ പൗരന്മാരെ കെണിവെച്ചു പിടിച്ച് അവരുടെ ഇസത്തിന്റെ പ്രചാരകരായി മാറ്റുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം നിർത്തിക്കോളാം. ആറ്റുകാലുള്ള ബിന്ദുവിന്റെ മകളെ പിടിച്ച് മതം മാറ്റിക്കൊണ്ട് തീവ്രവാദികൾക്ക് നേരം പോക്കാനുള്ള ഭൗമ ഹൂറിയാക്കി അവളെ മതവസ്ത്രത്തിൽ സിറിയയിലേക്ക് കയറ്റുമതി ചെയ്ത കാര്യം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവില്ലേ? കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു പിസ്സ വിൽപ്പനശാലയ്ക്ക് മകളെ നിമിഷ ഫാത്തിമയാക്കുന്നതിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് അന്ന് ബിന്ദു പറഞ്ഞ കാര്യം പോകാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ മതേതര കേരളം ഒട്ടും തന്നെ അത് കേട്ട് ഞെട്ടിയില്ല. ആ പിസ്സ കടയുടെ പ്രവർത്തനം തീരെ തടസ്സപ്പെട്ടില്ല. അവരുടെ കച്ചവടം അല്പം പോലും കുറഞ്ഞില്ല. സിനിമാ നടിമാർ വരെ അവിടെ വന്ന് പിസ്സ തിന്ന് തൂറുന്നുണ്ട് ഇന്നും. രാഹുൽ ഈശ്വറിന്റെ വാമഭാഗം അവിടുത്തെ പിസ്സയുമായി നിൽക്കുന്ന കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും കാണാം. അതുപോലെ വളരെ തലമുതിർന്ന ഒരു BJP നേതാവിന്റെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു മകൻ വരെ ആ പിസ്സ കടയുടെ പരസ്യത്തിൽ പല്ലിളിച്ച് നിൽപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. ഒക്കെ കേരളത്തിന്റെ മതേതര കാന്തിയുടെ കരുത്താവാം, അല്ലേ? എനിക്കതിൽ നിരാശയൊന്നുമില്ല കേട്ടോ. ഇത്രത്തോളം മതേതരകാന്തി കേരളം ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് നിരാശയൊന്നുമില്ല. എങ്കിലും ഹാദിയയായി മതം മാറിയ അഖിലയുടെ അച്ഛൻ അശോകൻ, അദ്ദേഹം അല്പം ഉച്ചത്തിൽ നടത്തിയിട്ടുള്ള ഒരു ആത്മഗതം പോങ്ങന്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. അത് സകല മതേതര ഹൈന്ദവരും ഓർക്കേണ്ട സംഗതിയാണെന്നുള്ള ഒരു വിചാരവും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് നമ്മളിതെല്ലാം കാര്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പാടാണ്. അതിന് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ മാത്രമേ അതിന് നടക്കുകയുള്ളൂ. ഇതെല്ലാവരും അവരുടെ കാര്യം നോക്കി വീട്ടിലിരുന്ന കാര്യം നടക്കും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് പറയുമെന്ന് എനിക്കറിയാൻ പറ്റും. എന്തായാലും കഴക്കൂട്ടത്തു നിന്ന് അത്ര കണ്ട് മതേതരനല്ലാത്ത ശ്രീ V മുരളീധരൻ വരുന്ന മെയ് 4 ജയിച്ചു വരികയാണെങ്കിൽ ആ പിസ്സ കട പൂട്ടിച്ചില്ലെങ്കിൽ കൂടി കഴക്കൂട്ടം MLA പിസ്സ തിന്നുന്ന ചിത്രം പങ്കുവെക്കാനുള്ള സാഹചര്യമെങ്കിലും അദ്ദേഹം ഒഴിവാക്കുമെന്ന് ഞാൻ ചുമ്മാ പ്രതീക്ഷിക്കുകയാണ്. അവിടെ നിന്ന് പിസ്സ തിന്ന് ഹരിത കേരളത്തിന്റെ മതേതര കാന്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം കൂടി ശ്രമിക്കാതിരിക്കട്ടെ. രാഹുൽ ഈശ്വറിന് നല്ലത് വരട്ടെ, ആരിഫ് ഹുസൈന് നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. പോകൻ ഈ സംസാരം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അത്രയേ ഉള്ളൂ. വളരെ സന്തോഷം.